വയനാട് പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. വയനാട് പുനരധിവാസത്തിനായി 2000 കോടി രൂപയുടെ കേന്ദ്ര സഹായം ആവശ്യപ്പെടും. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വയനാട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ച് അക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതിനുശേഷം അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു, വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് അല്പം വൈകിയാണെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി 10:45 അദ്ദേഹത്തെ കാണുമെന്നായിരുന്നല്ലോ അറിയിച്ചിരുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടോ ഗൗതം? വിനോദ്, ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. പിണറായി വിജയൻ അല്പസമയം മുൻപ് കേരള ഹൗസിൽ നിന്നും ഈ 7 ബ്ലോക്ക് കല്യാൺ മാർഗിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധത്തിലുമുള്ള സഹായം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർ നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച നടക്കും. ഒരുപക്ഷെ കേരളം പ്രത്യേക പാക്കേജ് എന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ധരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ വയനാടിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും വയനാടിന്റെ പൂർണ്ണമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും നൽകും. അതിന്റെ ആദ്യഘട്ട നടപടിക്രമങ്ങൾ തന്നെ കേന്ദ്രം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുന്നത്. ഗൗതം, മുഖ്യമന്ത്രി 2000 കോടി രൂപയുടെ ഒരു ധനസഹായം അഭ്യർത്ഥിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമാണോ കൂടിക്കാഴ്ച നടത്തുന്നത്? മറ്റു മന്ത്രിമാർ അദ്ദേഹത്തിനൊപ്പമുണ്ടോ? ആ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഗൗതം? വിനോദേ, പ്രധാനമായും ഈ പ്രത്യേക പാക്കേജ്, അതോടൊപ്പം തന്നെ 2000 കോടി രൂപയുടെ ധനസഹായം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് മുൻപാകെ വയ്ക്കാൻ പോവുക. ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യങ്ങൾ ഡൽഹിയിലോ അതല്ലെങ്കിൽ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയ ശേഷമോ മാധ്യമങ്ങളോട് വിശദീകരിക്കും. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലെത്തി കാര്യങ്ങൾ നോക്കിക്കാണുകയും നേരിട്ട് നിരീക്ഷിക്കുകയും അതിനുശേഷം എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശത്തിന്റെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സഹകരണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഉറപ്പു നൽകിയതാണ്. അതിനാൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കേരളം പ്രത്യേക ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുൻപാകെ വയ്ക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. എന്തായാലും കേന്ദ്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടും അതോടൊപ്പം തന്നെ പ്രത്യേക പാക്കേജുകളും സംസ്ഥാനത്തിന് വേണ്ടി പ്രഖ്യാപിക്കും. ഒപ്പം മറ്റു സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് BJP അധികാരത്തിലിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ വലിയ തോതിലുള്ള സഹായങ്ങൾ ഇതിനകം കേരളത്തിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിന് 10 കോടി രൂപയുടെ ധനസഹായമാണ് വയനാടിന് വേണ്ടി പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ മറ്റൊരു BJP ഭരിക്കുന്ന സംസ്ഥാനമായ മധ്യപ്രദേശ്, അവിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അദ്ദേഹം 20 കോടി രൂപയുടെ ധനസഹായം വയനാടിന് വേണ്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിന്റെ സഹായങ്ങൾ കൂടാതെയാണ് വിവിധ BJP. അതെ, വ്യക്തമാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പ്രധാനമന്ത്രിയെ കാണുന്നത്. അതിനു മുമ്പായി തന്നെ ഉത്തർപ്രദേശ് സർക്കാർ 10 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.